എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ഒരു സൂപ്പർ പടം, നല്ലൊരു സിനിമ, നമുക്കൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ത്രില്ലറോ ആക്ഷൻ ഉണ്ട്, എന്നാലും നല്ലൊരു സുരേഷ് ഗോപിയുടെ നല്ലൊരു അടിപൊളി പടം തന്നെയാണ് JSK. ഇന്നലെ ബാംഗ്ലൂർ തിയേറ്ററിൽ പോയപ്പോൾ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. ഹാഫ് തിയേറ്റർ ഫുള്ളായിരുന്നു. സെക്കൻഡ് ഡേ ആണ്, ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നും നാളെയും നല്ല തിരക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ലാലേട്ടൻ്റെ 2 വർഷം മുമ്പ് ഇറങ്ങിയ നേര് എന്ന സിനിമയുടെ സാമ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. JSK എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ്. പ്രവീൺ നാരായണന്റെ മുമ്പ് ഇറങ്ങിയ ചില സിനിമകളൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ ആയിട്ട് തന്നെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. സുരേഷ് ഗോപി സാറിനെയും അതുപോലെ തന്നെ അനുപമ പരമേശ്വരനെയൊക്കെ വളരെ നന്നായിട്ട് തന്നെ അവരെ ഡയറക്റ്റ് ചെയ്ത് നന്നായിട്ട് നല്ല സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ നന്നായി വിജയിക്കും എന്നുള്ളൊരു ഉറപ്പും എനിക്കുണ്ട്. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ പ്രവീൺ നാരായണൻ. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായിട്ട്. മെയിൻ പ്രൊഡ്യൂസേഴ്സ് കിരണും ഫരീന്ദ്ര കുമാർ എന്ന് പറയുന്ന ആൾക്കാരാണ്. അതിനുശേഷം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായി സജിത് കൃഷ്ണ, കിരൺ രാജ്, ഹൊമുവാൻ അലി അഹമ്മദ് എന്നിവരാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പാശ്ചാത്തല സംഗീതമാണ്. അത് വളരെ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് റൈസ് ഫ്രം ദ ഫയർ. ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സീനിൽ വെച്ച് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് 2D ആനിമേഷനായി കാണിക്കുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്നത് റൈസ് ഫ്രം ദ ഫയർ എന്ന വളരെ നല്ലൊരു പാട്ടാണ്. ആ പാട്ട് വളരെ നല്ലൊരു പാട്ടാണ്. യൂട്യൂബിൽ നിങ്ങൾ കേട്ട് നോക്കുക, സൂപ്പർ പാട്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ ആക്ടിങ്ങിൽ എന്ന് വെച്ച് തന്നെ തുടങ്ങാം. നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ ഫയർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമായിട്ടും ഒരു കുറവുമില്ല. സൂപ്പറായിട്ട് തന്നെ ആൾ ആക്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ പഴയ ആ ഒരു ഡയലോഗ്സിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് തന്നെ ആൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ ഒട്ടും അതായത് സുരേഷ് ഗോപി സാർ പഴയ അഭിനയൊന്നുമില്ല അങ്ങനെയൊന്നും തോന്നില്ല. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മളുടെ അനുപമ പരമേശ്വരൻ്റെ വളരെ നല്ലൊരു ആക്ടിങ് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അനുപമ പരമേശ്വരൻ ഇതിനു മുമ്പ് ചെയ്തൊരു തമിഴ് പടം ഡ്രാഗൺ ഞാൻ OTTയിൽ കാണാനിടയായി. എനിക്ക് അത്രയ്ക്കായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള ആക്ടേഴ്സായ ദിവ്യ പിള്ളൈ, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, മാധവ് സുരേഷ്, ബൈജു, നമ്മുടെ സ്വന്തം ബൈജു ഏട്ടൻ, പിന്നെ തിലകൻ സാറിൻ്റെ മകൻ ശോഭി തിലകൻ, ജയൻ ചേർത്തല, കോട്ടയം രമേശ്, പിന്നെ ലാസ്റ്റ് ഒരു ഗസ്റ്റ് റോള് പോലെ വരുന്ന ഒരാളാണ് ശ്രുതി രാമചന്ദ്രൻ. അങ്ങനെ ഈ സിനിമയിൽ ആക്ട് ചെയ്ത എല്ലാവരും നോർമൽ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാൻ മാത്രം എനിക്ക് തോന്നുന്നത് അനുപമ പരമേശ്വരൻ്റെ ആക്ടിംഗ് ആണ്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവീൺ നാരായണൻ നന്നായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തു. ഇത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റായ സുരേഷ് ഗോപി സാറിനെ വെച്ച് ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാക്കിയ പ്രവീൺ നാരായണൻ വളരെ നല്ലൊരു ജോലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ പിഴവുകളൊന്നും തോന്നിയില്ല. സാധാരണ ഞാൻ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ വളരെ പിക്കിയാണ്. പക്ഷേ ഇതിൽ അടിപൊളിയായിട്ട് തന്നെ ആൾ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയും അതുപോലെ നന്നായിട്ടുണ്ട്. സൗണ്ട് ആൻഡ് മ്യൂസിക്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റൈറ്റിംഗ് വളരെ നന്നായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ലാലേട്ടൻ്റെ 2 വർഷം മുമ്പ് ഇറങ്ങിയ നേര് സിനിമയുടെ ചെറിയൊരു സാമ്യത നിങ്ങൾക്കിതിൽ തോന്നിയേക്കാം. പക്ഷേ സെയിം ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ കുറച്ചുകൂടി പുതുമ പ്രതീക്ഷിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സിനിമ 1 ടൈം വാച്ച് പോലെ എനിക്ക് തോന്നിയത്. നമുക്ക് 1 ടൈം ഒരു വട്ടം കണ്ട് വിടുക, വീണ്ടും കാണാനുള്ള ഒരു പ്രവണതയൊന്നും നമുക്ക് തോന്നാൻ പോകുന്നില്ല. വളരെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തെങ്കിലും കുറച്ചുകൂടി നല്ലൊരു സ്ക്രിപ്റ്റ് വേണ്ടതായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അവർക്ക് കുറച്ചുകൂടി സസ്പെൻസും കുറച്ചുകൂടി വേറൊരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്ന ഒരു പ്ലോട്ട് തന്നെയായിരുന്നു ഈ സിനിമ. കഥയൊന്നും ഞാൻ പറയണില്ല. ഇതിൽ ഈ റിവ്യൂവിൽ നിങ്ങൾക്ക് റിവ്യൂ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നേരിട്ട് സിനിമ പോയിട്ട് കണ്ട് തിയേറ്ററിൽ വെച്ച് കാണുക, അത്രേ പറയാനുള്ളൂ. ഓക്കെ, മൊത്തത്തിലൊരു തീം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേര് സിനിമയുടെ സാമ്യതയുള്ള ഒരു കഥയാണ്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണ്. അതിനെ സംബന്ധിച്ച ഒരു കേസ് അന്വേഷണമാണ് ഈ സിനിമയുടെ പ്ലോട്ട്.
അത്രേ ഞാൻ പറയുന്നുള്ളൂ. വളരെ നിങ്ങളെല്ലാവരും പോയി കാണുക. എൻ്റെ ഒരു ഒപ്പീനിയൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ വൺ ടൈം വാച്ച്, നല്ലൊരു സിനിമ, കണ്ടിരിക്കാം, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാം. അങ്ങനെ വൾഗറായിട്ടുള്ള സീനുകളോ വയലൻസോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സ്റ്റോറി തന്നെയാണ്, നല്ലൊരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിനയ മികവ് കൊണ്ടൊക്കെ നല്ലൊരു സിനിമ തന്നെ നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് JSK. എല്ലാവരും പോയി കാണുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ റിവ്യൂവിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയാം, കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.